രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലി സീറ്റ് കൊടുക്കരുതെന്ന് താൻ പറഞ്ഞു എന്ന പ്രചാരണം ശരിയല്ലെന്ന് പി ജെ കുര്യൻ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിശദീകരണം. കെ അബിലാലുണ്ട്. അബിലാൽ, എന്താണ് കുര്യൻ പറയുന്നത്? മുതിർന്ന നേതാവ് പി ജെ കുര്യനും യുവജന രംഗത്തെ പ്രമുഖനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ പല കുറി ഭിന്നാഭിപ്രായങ്ങൾ പരസ്യമായും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും പങ്കുവച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകരുത് എന്ന് പി ജെ കുര്യൻ അഭിമുഖത്തിൽ പറഞ്ഞതായി ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് ചങ്ങനാശ്ശേരിയിൽ ഇന്ന് NSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നേതാക്കൾ ഇരുവരും ചേർന്ന് ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് പി ജെ കുര്യന്റെ കാതിൽ ചില കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. രാഹുലുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി ജെ കുര്യന്റെ പ്രതികരണം കടുത്ത് പോയി എന്നുള്ള അഭിപ്രായമാണ്. ഇതിൽ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ അറിയിച്ചു എന്നുള്ളത് തന്നെയാണ്. മുൻപ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സീറ്റ് നൽകരുതെന്ന് പറഞ്ഞിട്ടില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് അസംബ്ലി സീറ്റ് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞെന്ന പ്രചരണം ശരിയല്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കരുതെന്ന അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റു സ്ഥാനാർത്ഥികൾ നിന്നാൽ ജയിക്കുമോ എന്ന ചോദ്യത്തിന് ആര് നിന്നാലും ജയിക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന വിവരം അറിയിക്കാനാണ് ഈ കുറിപ്പ്. മറ്റുള്ള പ്രചരണം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പി ജെ കുര്യൻ 1 മണിക്കൂർ മുമ്പ് തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ഈ കുറിപ്പ് പങ്കുവെക്കാനുണ്ടായ ആ കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് പെരുന്നയില് മന്നം ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് NSSന്റെ വേദിയിൽ വെച്ച് പെരുന്നയിൽ വെച്ചിട്ട് പി ജെ കുര്യനെ കാണുകയും പി ജെ കുര്യനെ അടപടലം ഭരണിപ്പാട്ട് നടത്തി എടോ കളവ താൻ ആരടോ ഇത് പറയാൻ എന്ന് രാഹുൽ മാങ്കൂട്ടം ചോദിച്ചതുമായാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതേക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോ കിട്ടേണ്ടത് കിട്ടിയപ്പോ വയറ് നിറഞ്ഞപ്പോ പി ജെ കുര്യൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പി ജെ കുര്യൻ പറയുന്നത്. പി ജെ കുര്യൻ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. എന്താണെങ്കിലും പി ജെ കുര്യന് കിട്ടേണ്ടത് വയറ് നിറച്ച് കിട്ടിയപ്പോ കുര്യൻ കാല് മാറിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും 1 മണിക്കൂർ മുമ്പ് നമ്മൾ സംസാരിക്കുന്ന സമയം 1 മണിക്കൂർ മുമ്പാണ് കുര്യൻ ഈ പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റ് ഇട്ടിട്ട് ആ പോസ്റ്റിന് ആകെ ലഭിച്ചിരിക്കുന്നത് 54 ലൈക്കും ഒരു 5-6 കമന്റുകളുമാണ് ആകെ ഉള്ളത്. 5-6 കമന്റ്. ആ കമന്റുകൾ ഒന്നുകൂടി നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മാങ്കൂട്ടത്തിലെ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് എന്ന് ഒരാള്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന ഏറ്റവും മുതിർന്ന വിജയിക്കാൻ കഴിവുള്ള നേതാവിനെ ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ മത്സരിപ്പിക്കണം, അത് പിണറായി വിജയൻ എതിരാണെങ്കിൽ പോലും തുടങ്ങാൻ നമുക്ക് ഇലക്ഷൻ അടുത്തല്ലോ എന്ന്. അച്ചോടാ സാർ പേടിച്ചു പോയല്ലോ, കഷ്ടം, പ്രായമുള്ള ആളല്ലേ, ക്ഷമിക്കണം എന്ന് മറ്റൊരാള്. അപ്പോ കുര്യന് കൊടുക്കേണ്ടത് ചെക്കന് നല്ല വെടിപ്പായിട്ട് കുര്യനോട് പറയാനുള്ളത് കുര്യന് തന്നെ, സീസർക്കുള്ളത് സീസർക്ക് എന്നല്ലേ എന്ന പോലെ കുര്യനോട് പറയാനുള്ളത് കുര്യനോട് തന്നെ വെടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചൂടപ്പം പോലെ മറുപടി. കുര്യൻ രാവിലെ മൈക്ക് കണ്ടപ്പോൾ ആളായതാണ്. ആ ആളാവല് ഈ പറയുന്ന തന്തയാവുന്ന പരിപാടി വല്ലാണ്ട് വേണ്ട എന്ന് രാഹുല് ആരോട് പറഞ്ഞു? കുര്യനോട് പറഞ്ഞു. കുര്യൻ വീട്ടിലെത്തിയ ഉടനെ ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് കുര്യന്റെ അവസ്ഥ. ഞാനിത് രാവിലെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒന്നുമല്ല. ഈ കുര്യനെയൊന്നും ഞാൻ പറഞ്ഞില്ലേ, കുര്യനെ കണ്ടിട്ട് ഒരുത്തനും കോൺഗ്രസ്സുകാരനായിട്ടില്ല. മറിച്ച് കുര്യനെ കണ്ടിട്ട് കോൺഗ്രസ് വിട്ടുപോയ ആളുകളുടെ എണ്ണം അത് ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ കുര്യനെ ഒന്നും ഇനി ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല, എടുത്ത് മൂലക്കിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മനസ്സിലായില്ലേ? ഒരു തെരഞ്ഞെടുപ്പ് വന്ന് മുന്നിൽ നിൽക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ, ഒരു വ്യക്തമായ ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടി വീഴ്ത്തിയിട്ട് ആ രാഹുലിന്റെ ശവശരീരത്തിൽ കൂടി നടന്ന് കയറാമെന്ന് കുര്യനെ പോലെയുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കരുതുന്നുണ്ടെങ്കിൽ, എടോ കുര്യ, നീ ഒരു കാര്യം ആലോചിച്ചോ. ഇന്നിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ആ തെരഞ്ഞെടുപ്പിലെ ഈ കുര്യനും ഈ രാഹുലും മത്സരിച്ചു കഴിഞ്ഞാൽ കുര്യ 8 നിലയിൽ പൊട്ടുമെന്നുള്ളതാണ്. രാഹുലിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഈ കടൽ കിളവന്മാരുടെ ഒക്കെ ഹൃദയത്തിലല്ല, മനസ്സിലല്ല, മറിച്ച് 10,000-ങ്ങളായിട്ടുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ട് എന്നുള്ള കാര്യമാണ്. അത് ഈ കുര്യനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. കാരണം ഈ പാർട്ടിയുടെ കൊടി പിടിച്ചതിന്റെ
ഒരൊറ്റ കാരണം കൊണ്ട് കുര്യനൊക്കെ എല്ലാ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും അധികാരങ്ങളും എല്ലാം എല്ലാം വേണ്ടുവോളം അനുഭവിച്ചവനാ. ആ കുര്യനെ പോലെയുള്ളവർ ഇങ്ങനെ നിന്നുകൊണ്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഏർപ്പാട് ഇല്ലാത്ത കുര്യൻ ഇപ്പോ രാഹുലിനെ കുറിച്ചോ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ പറയാനുള്ള എന്തെങ്കിലും അർഹത കുര്യനുണ്ടോ? കുര്യന് വേണമെങ്കിൽ ഒരു അഭിപ്രായം പറയാം, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ഒരു പൊതുവേ ഉള്ള ഒരു നിർദ്ദേശം പറയാം. അതിനപ്പുറം കോൺഗ്രസ് പാർട്ടിയുടെ ആരുമല്ല ഈ കുര്യനൊന്നും. കുര്യന്റെ പാസ്റ്റും കുര്യന്റെ ഭൂതവും ഒന്നും ഞാൻ ഇവിടെ ചെകഞ്ഞ് അന്വേഷിക്കുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. കുര്യനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് വി ഡി സതീശനെ പോലെയുള്ള ഒരു നേതാവ്, ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ കുര്യനൊന്നും ഇന്ന് ഈ കോൺഗ്രസിന്റെ 7 അയലത്തുണ്ടാവുമായിരുന്നില്ല. സതീശനെ പോലെയുള്ള കാർക്കശ്യമുള്ള നിലപാടുള്ള നട്ടലുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ കുര്യനെയൊക്കെ അന്നേ പണ്ട് പടിയടച്ച് പിണ്ഡം വെച്ചേനെ. അപ്പൊ കുര്യനോട് പറയാനുള്ളത്, കുര്യ, ഈ പാർട്ടിയോട് ഈ പ്രസ്ഥാനത്തോട് ഒരു കൂറും ഇന്നേ വരെ കാണിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ഈ കുര്യനൊക്കെ. ആ കുര്യൻ ഇന്ന് വന്ന് ആളാവാൻ നിൽക്കരുത്, താങ്കൾ പലതും മറന്നുകൊണ്ട് നില വിട്ടുകൊണ്ട് സംസാരിക്കരുത് എന്ന് മാത്രമേ കുര്യനോട് പറയാനുള്ളൂ. കുര്യൻ എന്താണെങ്കിലും ഇപ്പൊ തിരുത്തിയിട്ടുണ്ട്. ചെക്കന്റെ വായിൽ നിന്ന് കേൾക്കേണ്ടതൊക്കെ കേട്ടപ്പോ കുര്യന് തൃപ്തിയായി. കുര്യൻ മാറ്റി പറഞ്ഞു. നേരെ പെരുന്നയിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലെത്തിയ ഉടനെ കുര്യൻ മാറ്റി എഴുതി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാക്കി കുര്യൻ. മനസ്സിലായില്ലേ? കുര്യന്റെ ഒക്കെ സൂക്കട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കുര്യന് ഇപ്പൊ എന്താ വേണ്ടത്? കുര്യന് നല്ല ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട് കുര്യന്. എങ്ങനെയെങ്കിലും ഒരു സീറ്റ് തരപ്പെടുത്തണം, എങ്ങനെയെങ്കിലും മത്സരിക്കണം 2026 എന്നൊക്കെ കുര്യൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സതീശനാണ് അപ്പുറത്ത് നിൽക്കുന്നത്. എത്രയൊക്കെ കുഴലൂതാൻ ശ്രമിച്ചാലും ഇന്ന് കുര്യൻ രാവിലെ ഏഷ്യാനെറ്റിൽ നടത്തിയ അഭിമുഖത്തില് അല്ലാതെ കുര്യൻ സതീശനെ പൊക്കിയടിക്കുന്നുണ്ട്. ആ പൊക്കിയടിച്ച് കൊണ്ടുവന്ന് സതീശനെ ഇങ്ങനെ തള്ളി മേലെ കയറ്റി നിർത്തിയിട്ടാണ് കുര്യൻ പറഞ്ഞത് രാഹുലിന് സീറ്റ് കൊടുക്കരുത് എന്ന്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കുര്യന്റെ ഉദ്ദേശം എന്താണ്, കുര്യന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, ഉദ്ദേശ ശുദ്ധി എന്താണ് എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് മിസ്റ്റർ കുര്യൻ. അതുകൊണ്ട് കുര്യനെ തല മറന്ന് എണ്ണ തേക്കല്ല കുര്യ എന്ന് മാത്രമേ പറയാനുള്ളൂ. കുര്യൻ എന്താണെങ്കിലും ചെക്കന്റെ വായിൽ നിന്ന് കിട്ടിയപ്പോ കുര്യൻ തിരുത്തി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് അത് ശരിയല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അവിടെ ആര് നിർത്തിയാലും വിജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെയാണ് കുര്യൻ പറയുന്നത്. ശരി, ആയിക്കോട്ടെ, അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ അങ്ങനെ. ഇനി അതല്ല രാഹുലിനെ മാറ്റണം എന്നാണ് പറഞ്ഞതെങ്കിൽ അങ്ങനെ. എന്താണെങ്കിലും കുഴപ്പമില്ല, മനസ്സിലായില്ലേ? എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കിട്ടേണ്ടത് കിട്ടിയല്ലോ, ഇപ്പൊ വയറ് നിറഞ്ഞല്ലോ, സ്വസ്ഥായല്ലോ, സുഖമായല്ലോ, സന്തോഷമാണല്ലോ ഇപ്പൊ കാര്യങ്ങള്. അത് കേട്ടാ മതി, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. കുര്യനൊക്കെ മറന്നു പോയ പലതുമുണ്ട്. കുര്യനൊക്കെ കുറെ കാലം ഈ പാർട്ടിയുടെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് പാർട്ടി പ്രതിസന്ധിയിലായപ്പോ ഇവന്റെ ഒന്നും ഒരു നാവ് പോലും പൊന്തിയിട്ടില്ല. നാവ് പൊന്താത്തത് നന്നായി, കാരണം ആ ഒരു പ്രതിസന്ധി ഘട്ടത്തില് ഇവന്റെയൊക്കെ നാവ് പൊന്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധി, അതിലും വലിയൊരു പ്രതിസന്ധി ആയി മാറിയേനെ. അപ്പൊ ഇവനൊന്നും അന്ന് പാർട്ടിയെ പ്രതിരോധിക്കാനും നിന്നിട്ടില്ല, പാർട്ടിക്ക് വേണ്ടി മെറിറ്റ് പറയാനും ഇവനൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള കാര്യം, രാഹുൽ മാത്രം തന്നെ വെറും രാഹുൽ മാത്രം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രാഹുലിനെ പോലെയുള്ള കുറെ ആളുകൾ ആ കൂട്ടത്തിൽ മുൻപന്തിയിൽ രാഹുലാണ് എന്നുള്ളത് തർക്കമില്ലാതെ എനിക്ക് പറയാൻ കഴിയും. അപ്പോ അങ്ങനെ ഈ പാർട്ടിയെ മെറിറ്റും ഡീമെറിറ്റും പ്രതിരോധിച്ചും ഒക്കെ കൊണ്ടു നടന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. കുര്യനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഹുലിനെ കണ്ടിട്ട് ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന ആളുകളാണ് രാഹുലിനെ കണ്ടിട്ട് പാർട്ടി വിട്ട ആളുകളെക്കാൾ കൂടുതൽ. രാഹുൽ ഉണ്ടാക്കിയ കോട്ടങ്ങളെക്കാൾ ഏറെ നേട്ടങ്ങൾ രാഹുൽ ഈ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കുര്യനെ പോലെയുള്ള ആളുകൾ മറക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. തെരഞ്ഞെടുപ്പിൽ സീറ്റിന് വേണ്ടിയിട്ടാണ് കളിയെങ്കിൽ കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, കുര്യനെ പോലെയുള്ള ഈ കടൽ കളവന്മാരെ നിങ്ങൾ മത്സരിപ്പിച്ചിട്ട് നിങ്ങളുടെ ഉള്ള ഒരു സീറ്റും കൂടി നിങ്ങൾ പോക്കിക്കളയണ്ട. നിങ്ങൾക്ക് ആ സ്ഥാനത്ത് വേറെ ആരെ ഈ പാർട്ടിയുടെ ലേബലിൽ കൈപ്പത്തി അടയാളത്തിൽ വേറെ ആരെ മത്സരിപ്പിച്ചാലും നിങ്ങൾക്ക് പുഷ്പം പോലെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. അവിടെയൊക്കെ കൊണ്ടുപോയി ഒരു സാധാരണക്കാരനായ യുവജന നേതാവിനെ നിർത്തി വിജയിപ്പിച്ചു കൊണ്ടുവന്നതിന് പകരം
ഈ പറയുന്ന PJ കുര്യനൊക്കെ സീറ്റ് കൊടുക്കുന്നത് ആത്മഹത്യാപരമാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുകയല്ലാതെ നിർവാഹമില്ല. ഇവനൊക്കെ കളിക്കുന്ന കളി എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇപ്പോ പാർട്ടിക്കും പാർട്ടിയുടെ അണികൾക്കും സാധാരണക്കാരായ പ്രവർത്തകർക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പാർട്ടിയുടെ പ്രവർത്തകര്, ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങള്, കേരളത്തിന്റെ പൊതുസമൂഹം, അവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഉഗ്രൻ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള വഴി ഒരുക്കേണ്ടത് ഈ പ്രസ്ഥാനമാണ്, പാർട്ടിയാണ്. കാരണം പാർട്ടി തളർന്നു കിടക്കുമ്പോൾ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കണ്ട. അങ്ങനെ ചെക്കൻ ഒരു വീഴ്ച വന്നപ്പോ, അല്ലെങ്കിൽ അയാളൊന്ന് വീഴാൻ പോയപ്പോ, അയാൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ അയാൾക്ക് തിരിച്ചു വരാനുള്ള വാതിലുകൾ തുറക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യതയാണ് എന്ന് പാർട്ടിയുടെ നേതൃത്വം മനസ്സിലാക്കുമെന്നാണ് ഞാൻ